ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ റെസിപ്പി സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള റാവിസ് ഷെഫ് സുരേഷ് പിള്ളയുടെ ഫേമസ് ഫിഷ് നിർവാണയാണ്. ഇത് ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ വാഴയിലയിൽ തേങ്ങാപ്പാൽ, പിന്നെ പച്ചമുളക്, മാങ്ങ, കറിവേപ്പില, ഇഞ്ചി ഇത്രയെല്ലാം ചേർത്തിട്ട് മീൻ പൊള്ളിച്ചെടുക്കുക. അതാണ് റെസിപ്പി. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ആവോലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വരഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ സാധാരണ മീനിലേക്ക് അരപ്പ് തയ്യാറാക്കില്ലേ, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, കറിവേപ്പില, കുരുമുളക്, നാരങ്ങ നീര് അത്രയും ചേർത്തിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. പിന്നെ നമ്മുടെ സാധാരണ മസാലകൾ തന്നെ മീനിൽ ചേർക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മസാല പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ അരപ്പ് മീനിൽ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് വെളിച്ചെണ്ണയിൽ ഈ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങനെ ക്രിസ്പി ആവുന്ന രീതിയിലൊന്നും ഫ്രൈ ചെയ്യണ്ട. രണ്ട് സൈഡും ഒന്ന് അത്യാവശ്യം മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. ഇപ്പോൾ മീൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് പൊള്ളിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മാങ്ങയുടെ പകുതി കൊത്തിയരിഞ്ഞത്, അതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൊത്തിയരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വേണം, പച്ചമുളക് വേണം, ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ വേണം, വാഴയുടെ ഇലയും വേണം. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ ഇല അതിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇലയുടെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്തിരിക്കുന്ന മീൻ ഒരെണ്ണം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 3 ഒക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിയുള്ളതുമല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല, അങ്ങനത്തെ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത്, മാങ്ങ കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയത് എല്ലാം ചേർത്ത് കൊടുക്കാം. നിറയെ കറിവേപ്പില ഇടണം ഇതിൽ. അപ്പോഴാണ് ആ കറിവേപ്പിലയും തേങ്ങാപ്പാലും ഒക്കെ കൂടെ ഉള്ള ആ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒരുപാട് ലൂസാവരുത്, കുറച്ചൊരു കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. അതായത് ഒരു തിക്ക് ഗ്രേവി പോലെ നമുക്ക് ഈ മീനിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വരണം. പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിരിക്കും. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.